ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 50 തുടർച്ചയായ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഒരുപക്ഷെ ബീഹാറിൽ ആ ഒരു NDAയുടെ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവിലാകുമായിരുന്നു. കാരണം ഗ്ലോബൽ ഇൻഡെക്സുകളൊക്കെ ആ രീതിയിൽ ഒരു വീക്ക്നെസ്സിലൂടെ കടന്നുപോയ ഒരാഴ്ചയായിരുന്നു അത്. എന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റാണ് എല്ലാ മാർക്കറ്റുകളെയും ഔട്ട് പെർഫോം ചെയ്തത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിഫ്റ്റി 50 1.64% ലാസ്റ്റ് വീക്ക് അപ്പായിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 0.61% അപ്പായിരുന്നു. എന്നാൽ മിഡ് ക്യാപ്പ് 150 1.38% കഴിഞ്ഞ ആഴ്ച അപ്പായിരുന്നു. എന്നാൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 0.36% മാത്രമാണ് അപ്സൈഡ് പോയത്. അതുപോലെ മൈക്രോ ക്യാപ്പ് 250 0.11% മാത്രമാണ് ഉയർന്നു നിന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പുകളിലാണ് കൂടുതലായിട്ടുള്ള ആ ഒരു വാല്യൂ ബൈങ് കഴിഞ്ഞ ആഴ്ച നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ്, കൂടാതെ സോഫ്റ്റ്വെയർ IT സർവീസസ് മേഖലയിലും നല്ലൊരു മൂവ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതേപോലെ ഓട്ടോമൊബൈൽ ഓട്ടോ ആക്സിലറീസ് കമ്പനികളിൽ ഒരു മൂവ് ഉണ്ടായിരുന്നു. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി, അതുപോലെ ഹെൽത്ത് കെയർ സെഗ്മെന്റ്, മെറ്റൽ ആൻഡ് മൈനിങ്, ഈ ഒരു മേഖലകളിലൊക്കെയാണ് നമുക്ക് കാര്യമായ ഒരു മൂവ് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വീക്കായിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ കണ്ടീഷൻസ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ FOMC മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് US ഈ നവംബർ 19 പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 28, 29 തീയതികളിൽ നടന്ന FOMC മീറ്റിങ്ങിൽ അവർ റേറ്റ് കട്ട് ഡിസിഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അപ്പോൾ എന്തുകൊണ്ട് ഡിസംബറിലുള്ള ആ റേറ്റ് കട്ട് ഒരു ഉറപ്പ് പറയാതിരുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ നവംബർ 19 വരുന്ന FOMC മിനിറ്റ്സിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അത് മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു ഇവൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ US സെപ്റ്റംബർ മാസത്തെ ജോബ് റിപ്പോർട്ട് വരാനുണ്ട്. അപ്പോൾ ബ്യൂറോ ഓഫ് ലേബർ ആൻഡ് സ്റ്റാറ്റിക്സ് ഈ US ഇത് പ്രസിദ്ധീകരിക്കേണ്ടത് നവംബർ 20 ഇതുകൂടാതെയാണ് ഇൻഫ്ലേഷൻ ഡാറ്റകൾ. ഇങ്ങനെ അമേരിക്കൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട പല ഡാറ്റകളും വരാനിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ എക്കണോമിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകൾ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്ന ഡാറ്റകളാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിലുള്ള ഇത്തരം ഡാറ്റകൾ പ്രസിദ്ധീകരിക്കുക ഇല്ല എന്നൊരു ന്യൂസും അതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ US എക്കണോമി ഷട്ട് ഡൗണുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ആ ഒരു മേഖലയിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, ഇന്ത്യൻ മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് India US ട്രേഡ് ഡീലാണ്. ANIയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ടോക്സും പൂർത്തിയായി എന്നുള്ളതാണ്. അവിടെ ഇനിയൊരു ടോക്കിൻ്റെ ആവശ്യമില്ലാത്ത വിധം 5 റൗണ്ട് ടോക്കുകളാണ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ തന്നെ ഏറ്റവും അവസാനമായി പറഞ്ഞിട്ടുള്ളത് പുതിയ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് US നിന്നും കോൺ ഇറക്കുമതി ചെയ്തുകൊണ്ട് അത് എത്തനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇറക്കുമതിയെക്കുറിച്ചും ഇന്ത്യ ആലോചിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇന്ത്യ എത്തനോൾ പെട്രോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോൺ ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ മേഖലയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും ആ രീതിയിലുള്ള ഒരു എത്തനോൾ ബ്ലെൻഡിങ് ടാർഗറ്റ് ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുമൊക്കെയുള്ള ഒരു പ്രതീക്ഷ നിലവിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫൈനലായിട്ട് ഇന്ത്യയും US തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ ഉണ്ടാവുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അത് ഏത് ഡേറ്റിലായിരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അത് വ്യക്തമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ അതും നമ്മുടെ മാർക്കറ്റിൽ വലിയ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ സഹായകമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ മാർക്കറ്റിലെ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം FIAസിൻ്റെ സെല്ലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മാസം മാത്രം അവർ 13,652 കോടിയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം, ഇവരുടെ ഇന്ത്യയിൽ നിന്ന് ക്യാപിറ്റൽ മറ്റ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെല്ലിംഗ് നടക്കുന്നത്. എങ്കിൽ പോലും അതിന് മുമ്പത്തെ മാസങ്ങളിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു സെല്ലിംഗ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ ഒരു സെല്ലിംഗ് കുറച്ചും കൂടി സിവിയർ ആവാൻ തുടങ്ങിയത്. എങ്കിൽ പോലും അവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ മാസം മുഴുവനായിട്ട് DISൻ്റെ ബൈങ് എന്ന് പറയുന്നത് 41,352 കോടിയുടെ ഒരു ബൈങ് ആണ്. അപ്പോൾ DISൻ്റെ ആ ഒരു ശക്തമായ പമ്പിങ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്രമാത്രം മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാം. വന്നുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഡാറ്റകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ
DIS തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. പക്ഷേ ഒരു മേജർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ടാവണമെങ്കിൽ FIAസിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ് ഒന്ന് മാറിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ബുള്ളിഷ് ആവേണ്ടതുണ്ട്. ഇനി നമ്മൾ നിലവിലുള്ള ഗോൾഡ് പ്രൈസിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഗോൾഡ് പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗോൾഡ് ETF-കൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ETF ആണ് നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ്, അതുപോലെ നിപ്പോൺ ഇന്ത്യയുടെ സിൽവർ ബീസൊക്കെ. അപ്പോൾ ഗോൾഡ് ബീസ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയ്സിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയതെങ്കിലും ലാസ്റ്റ് ഫ്രൈഡേ അവിടെ ഒരു ക്രാഷ് ഉണ്ടായതായിട്ട് കാണാം. അതായത് -1.49% ഡൗൺ ആയിരുന്നു. സിൽവർ ബീസ് ആണെങ്കിൽ -2.35% ആണ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോക്കിഷ് റിമാർക്സ് US ഫെഡറൽ റിസർവ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് ഗോൾഡിൽ ഉണ്ടായത്. കാരണം ഈ ഒരു പ്രസ്താവന കാരണം ഡോളർ ഇൻഡെക്സ് കുറച്ച് സ്ട്രെങ്തൻ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളറിലേക്ക് പണം ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് താഴോട്ടേക്ക് വന്നിരുന്നു. അത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഗോൾഡും സിൽവറും വലിയ തോതിൽ ക്രാഷ് ആയതായിട്ട് കാണാം. അപ്പോൾ ഡിസംബറിലെ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഇവൻ്റാണ്. നെക്സ്റ്റ് വീക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം ഇപ്പോൾ ഈ AI റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസുകളാണ്. നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും FIAസിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം US, ചൈന, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഇത്തരം AI റിലേറ്റഡ് ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മൂവാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആ മാർക്കറ്റുകളിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടെന്നും അവിടെ ഒരു ബബിൾ ഫോം ചെയ്യുന്നുണ്ടെന്നുമുള്ള ഒരു വാർത്തയാണ് വ്യാപകമായിട്ട് പരക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AIയിൽ നിന്നും ക്യാപിറ്റൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു ഹെഡ്ജിങ് ടൂൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഫണ്ട് ഫ്ലോ ഉണ്ടാവുമെന്നും പൊതുവെ ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസുകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും AI റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള NVIDIA ഇതിന് നാസ്ഡാക്ക് 100-ൽ 9.17% വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ ആ സ്റ്റോക്കിലാണ് കഴിഞ്ഞ വീക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് 2.63% അത് ഡൗൺ ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള പലന്റിയർ ടെക്നോളജീസ് അവിടെ 5.48% കഴിഞ്ഞ 1 വീക്ക് ഡൗൺ ആണ്. അപ്പോൾ മൊത്തത്തിൽ നാസ്ഡാക്ക് 100 1.61% ലാസ്റ്റ് 5 ഡേയ്സിൽ ഡൗൺ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ AI റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത് അമേരിക്കയിലെ ഫേമസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഹെഡ്ജ് ഫണ്ട് മാനേജറുമായിട്ടുള്ള മൈക്കൽ ബറി. അപ്പോൾ ഇദ്ദേഹം ഫേമസ് ആകുന്നത് 2008-ലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഷോർട്ട് പൊസിഷൻ എടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 2008-ൽ ആ ഒരു ബബിള് ബേസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം 2000-ൽ ഫൗണ്ട് ചെയ്ത ഹെഡ്ജ് ഫണ്ടാണ് സിയോൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡ്ജ് ഫണ്ട്. ഇപ്പോൾ 2008-ൽ ഈ ഒരു ബബിൾ ഫോം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ആ ഒരു സിയോൺ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പിലൂടെയും അതുപോലെ തന്നെ മോർട്ടഗാഗ് ബോണ്ടുകളിലുമൊക്കെ ഷോർട്ട് പൊസിഷൻ എടുത്തുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പല മൂവീസും ഉണ്ട്. അതിലൊരു ഫേമസ് ആയിട്ടുള്ള മൂവിയാണ് ദ ബിഗ് ഷോട്ട് എന്ന് പറയുന്നത്. അതിലെ ഒരു ഫേമസ് ക്യാരക്ടറായിട്ട് ഇദ്ദേഹം മൈക്കൽ ബറിയെ ആ സിനിമയിൽ നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് നിലവിലുള്ള ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുള്ള വാല്യുവേഷൻ വളരെ ഹൈ ആണെന്നും അതിൻ്റെ ഫണ്ടമെൻ്റൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാല്യുവേഷൻ ആണെന്നും എനിക്ക് മാർക്കറ്റിനെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ തോതിലുള്ള പുട്ട് ഷോർട്ട് പൊസിഷൻസ് ആണ് US മാർക്കറ്റിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ NVIDIAയിലും അല്ലെങ്കിൽ ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും മൊത്തത്തിൽ നാസ്ഡാക്കിലും ഒക്കെ ഒരു ചെറിയ ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഇദ്ദേഹം 2008-ൽ ചെയ്തതുപോലെ സിയോൺ അസറ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു ഹെഡ്ജ് ഫണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും 100% കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ഒരു ബബിൾ ബേസ്റ്റാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ ഉള്ള പ്രൈസ് ഉട്ടോപ്യൻ പ്രൈസാണ് എന്നുള്ളതാണ്. ഉട്ടോപ്യൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ന്യായീകരിക്കാനാവാത്ത റീസണബിൾ അല്ലാത്ത ഹൈ വാല്യുവേഷൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് നിലനിൽക്കില്ല എന്നും ഇതേത് സമയവും തകർന്ന് തരിപ്പണമാകുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ പല ലീഡിംഗ് അനലിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വാദത്തെ തള്ളിക്കളയുന്നുമുണ്ട്. കാരണം പലരും പറയുന്നത് ഈ AI കമ്പനികളിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു AI മേഖലയിലുള്ള എക്സ്പാൻഷൻ അതിനോട് നീതീകരിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു
ബബിൾ അല്ല എന്ന രീതിയിലും വാദങ്ങളുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില ടെക് റിലേറ്റഡ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ AI ഡെവലപ്മെൻറ്റ് വേണ്ടി ചിലവാക്കിയിട്ടില്ല. ഇപ്പോൾ മെറ്റ, ഒറാക്കിൾ പോലെയുള്ള സ്റ്റോക്കുകളിൽ അപ്പോൾ അവിടെ അഗ്രസീവായിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ്, നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ പല വിധത്തിലുള്ള ലൂപ്പ് ഹോളുകളുമുണ്ട്. ആ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് ഡിപ്രിസിയേഷൻ ലൈഫ് ലെങ്തൻ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് സർവേഴ്സിൻ്റെയും ചിപ്സിൻ്റെയും ഒക്കെ ഈ ഡിപ്രിസിയേഷൻ ലൈഫ് ലെങ്തൻ ചെയ്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടുകൂടി വലിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ്. അപ്പോൾ എങ്കിലും ഈ 2008 ഒരു ഹൗസിംഗ് ബബിൾ പോലെ അത്ര അപകടകരമല്ലാത്ത രീതിയിലാണ് ഇത് പോകുന്നതെന്നാണ് പൊതുവെയുള്ള മറ്റ് ലീഡിംഗ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഏതായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ റിസൾട്ട് സീസൺ നോക്കുകയാണെങ്കിൽ റിസൾട്ട് സീസൺ ഓൾമോസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഒരുവിധം പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി വളരെ അപ്രധാനമായ ചില സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ സീസണിലുള്ള ഏർണിങ്സ് എത്രമാത്രം പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. ഇത് നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നിലവിൽ 3 സ്റ്റോക്കുകൾ അതിൻ്റെ IPO ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവർ ലിസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അടുത്ത ആഴ്ചയോ അതിനപ്പുറത്തെ ആഴ്ചയോ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലൊന്ന് ടെന്നക്കോ ക്ലീൻ എയർ ലിമിറ്റഡ്, അതുപോലെ MNV ഫോട്ടോ വോൾട്ടൈക് പവർ, അതുപോലെ ഫിസിക്സ് വാല. ഈ 3 സ്റ്റോക്കുകളുടെ IPO ആണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ലിസ്റ്റിങ്ങിനായി കാത്തിരിക്കുന്നത്. അതുപോലെ നിലവിൽ ഓപ്പണായി നിൽക്കുന്ന 2 IPOകൾ കാണാം. ഒന്ന് കാപ്പിലറി ടെക്നോളജീസ് ഇന്ത്യയുടെ IPOയും അതുപോലെ ഫ്യൂജിയാമ പവർ സിസ്റ്റത്തിൻ്റെ IPOയുമാണ്. ഈ IPOകൾ അടുത്ത ആഴ്ച ക്ലോസ് ചെയ്യും. അതുപോലെ പുതുതായിട്ട് അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യുന്ന ഒരു IPO എന്ന് പറയുന്നത് എക്സൽ സോഫ്റ്റ് ടെക്നോളജീസിൻ്റെ IPO ആണ്. അപ്പോൾ ഇതൊക്കെയാണ് IPO മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 25,700, 25,750 എന്നീ ലെവലുകളാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോഴും 26,000 എന്ന ലെവലാണ്. അപ്പോൾ ഈ 26,000 എന്ന ലെവലിന് മുകളിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് അത് തീർച്ചയായിട്ടും 26,200, 26,300 ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാൻ സഹായിച്ചേക്കും. എന്നാൽ 27,730 താഴെ ഒരു ഡൗൺഫോളാണ് വരുന്നതെങ്കിൽ 25,500 എന്ന ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമുക്ക് കാണേണ്ടി വരും. എങ്കിൽ പോലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷാണ്. കാരണം ഓരോ ഡിപ്പും ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ കാണുന്നത്. അവിടെ ശക്തമായ ഒരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരിക്കലും ഒരു മാസീവ് ഫോളിലേക്ക് പോവുകയില്ല എന്ന് മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. എന്നാൽ അപ്സൈഡ് മൂവ് ഇപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.